ആദ്യമായിട്ടല്ല, പക്ഷെ കുറേ കാലത്തിന് ശേഷമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഒരു 7-8 വർഷത്തിന് ശേഷമായിരിക്കും അല്ലേ കുവൈത്തിലേക്ക് വരുന്നത്. ഇവിടുത്തെ പിന്നെ OICCയുടെയും KMCCയുടെയും പ്രവർത്തകർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവരുടെ 2 പരിപാടികൾ സംബന്ധിക്കുന്നുണ്ട്. നാട്ടിൽ പിന്നെ പാർട്ടിയുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ മറ്റന്നാൾ തുടങ്ങാൻ പോകുന്നതുകൊണ്ട് ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. ആകെ ഒരു പകൽ മാത്രമേ ഉള്ളൂ. പ്രവാസികളുമായിട്ട് എന്താ പറയാനുള്ളത്? ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ട് അല്ലെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ യാത്രാ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ സെഷനിലും പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച ഉണ്ടായിരുന്നു. അതിനകത്തും നമ്മൾ മുന്നോട്ട് വെച്ച സ്വകാര്യ പ്രമേയത്തിലാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. മറ്റേത് ഒരു പ്രവാസി ഇഷ്യൂ മാത്രമായിട്ട് ആളുകൾ കാണാൻ ശ്രമിച്ചിരുന്നു. പ്രവാസിക്ക് സീസണലായിട്ട് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം മാത്രമായിട്ടാണ് പലരും ഇതിനെ കണ്ടിരുന്നത്. ഇപ്പോൾ നാട്ടിലെ എല്ലാവർക്കും ഇതിൻ്റെ ചൂട് അനുഭവപ്പെട്ട് തുടങ്ങി. മറ്റേ വലിയൊരു യുദ്ധസമാനമായ സാഹചര്യം രാജ്യത്ത് ഉണ്ടാവുമ്പോൾ പോലും അവിടെ പോലും ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഒരു ടിക്കറ്റിന് 42,000 രൂപ ചാർജ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. കുംഭമേള വരുമ്പോൾ പ്രയാഗ്രാജിലേക്കുള്ള ടിക്കറ്റിന് 30,000 ചാർജ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ഇൻഡിഗോയുടെ ക്രൈസിസ് വന്നൊരു സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വരെ ലക്ഷത്തിൻ്റെ മേലെ ടിക്കറ്റിന് ചാർജ് ആകുന്ന തരത്തിൽ. അപ്പോൾ ഇതൊരു എല്ലാ പ്രതിസന്ധികളെയും ചൂഷണം ചെയ്യാൻ കാത്തു നിൽക്കുന്ന തരത്തിലാണ് വിമാന കമ്പനികൾ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ളത് സഭ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ ഒന്നടങ്കം പറയേണ്ടതായിട്ടുള്ളൊരു വസ്തു വന്നിട്ടുണ്ട്. അപ്പം അതിനകത്തുള്ള മെഷേഴ്സ് സ്ട്രെങ്തൻ ചെയ്യേണ്ടതാണ്, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാവേണ്ടതാണെന്നുള്ള ബോധ്യവും ബോധവും എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രവാസിയുടെ മാത്രം പ്രശ്നമല്ല, ഇതൊരു പ്രതിസന്ധിയെ ചൂഷണം ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ അതിന് കൂടുതൽ വിമാന കമ്പനികൾക്ക് കൂടുതൽ വിമാനങ്ങൾ, ഓപ്പൺ സ്കൈ പോളിസി രാജ്യത്തൊക്കെയാണ് ഇപ്പോൾ ഓപ്പൺ സ്കൈ എന്ന് പറയുമെങ്കിലും 2 വിമാന കമ്പനികളാണ് അതിൻ്റെ 90% കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി പോയിന്റ് ഓഫ് കോൾ ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിൽ ഉൾപ്പെടെയുള്ള പോയിന്റ് ഓഫ് കോളുകൾ കിട്ടുന്നില്ല. കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഇപ്പോഴും പല കാര്യങ്ങളിലും മെല്ലപ്പോക്കുണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ കൂടുതൽ യാത്രാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം മലബാറിലേക്ക് ഒരു ഡയറക്റ്റ് വിമാനം പോലും, ഇപ്പോൾ ഞാൻ ആ വിഷയം ഉണ്ടായ സമയത്ത് അന്ന് എയർ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിരുന്നു, അന്ന് മന്ത്രിയെ കണ്ടിരുന്നു. മന്ത്രിയെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മന്ത്രി എയർ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയുടെ ഒടുവിൽ അധികം വൈകാതെ അത് പുനഃസ്ഥാപിക്കും എന്നുള്ളതൊക്കെയാണ് ഞങ്ങളോട് പറയുന്ന ഉറപ്പും വാക്കുമൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. പിന്നെ ഇവിടെ മരണമൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഇപ്പോൾ വൈകുന്നേരത്തെ കാലതാമസത്തിൻ്റെ പേരിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ബോഡി ഇവിടെ നാട്ടിലേക്ക് അയക്കുന്ന നടപടിക്രമങ്ങൾ